ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹുണ്ടായി വണ്ടികളിൽ കൂളൻ്റിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. റിയറിലെ എൽബോ, ഫ്രണ്ടിലെ എൽബോ, അതിൻ്റെ ഓസ് കാര്യങ്ങളൊക്കെയാണ് ഈ അഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ 1,00,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഈ എൽബോൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് വരാറുണ്ട്. ഈ എൽബോ ഫൈബറിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ ചൂടായി ഇത് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഇത് പൊട്ടും. അല്ലാതെ തന്നെ പൊട്ടാറുണ്ട്. ഇതിപ്പോൾ തന്നെ പൊട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ റിയറിലെ എൽബോ ആണത് 1,518 രൂപയാണ്. പിന്നെ ഇത് റിയറിലെ എൽബോ ആണ്, ഇത് 829 രൂപയാണ്. പിന്നെ ഒരു ഹോസും ഉണ്ട്, 2 ഹോസുണ്ട്. അതിലൊരു ഹോസ് കിട്ടിയിട്ടുള്ളൂ, ഹീറ്ററിൻ്റെ ഹോസ്, അതിന് 160 രൂപ. പിന്നെ ചെറിയൊരു ഹോസുണ്ട്, അത് റിയറിലെ എൽബോൻ്റെ കൂടെ തന്നെ വരുന്നത്. അപ്പോൾ റിയറിലെ എൽബോ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഒക്കെ അഴിക്കണം, ആൾട്ടർനേറ്റർ ഒന്ന് ലൂസാക്കി ബാക്കിലേക്ക് വെക്കണം, എന്നാലേ അവിടെ എൽബോ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫൈബറിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ ചൂടായി ഇത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ള സമയത്ത് പിന്നെ അത് പൊട്ടും, തന്നെ പൊട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഓസ് അഴിക്കുന്ന സമയത്തും ഇത് പൊട്ടാറുണ്ട്. Hyundai i10 മിക്ക വണ്ടികൾക്കും ഇത് തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി റിയറിലെ എൽബോ അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഫ്രണ്ടിലെ എൽബോ എന്താ ഈ ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഒരു 3-12 ബോൾട്ട് ഉണ്ടായിരിക്കും. ഈ ചെറിയ ഹോസിലേക്ക് ആദ്യം ഫിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എൽബോ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രഷർ കൊടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ് ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേസ്റ്റൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ ഹോസിലേക്ക് ആദ്യം കയറ്റി വയ്ക്കുക. എന്നിട്ട് വേണം ഇവിടുത്തെ 3-12 ബോൾട്ട് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ചെറിയ ഹോസിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 12 ബോൾട്ടുകൾ ഓരോന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചെറിയ ഹോസ് നേരെ റിയറിലെ എൽബോക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പൊട്ടിയിട്ട് കൂളൻ്റ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ അഴിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലെ എൽബോ മാറും. ഫ്രണ്ടിലെ എൽബോൻ്റെ ഹീറ്ററിലേക്ക് പോകുന്ന ഹോസും എന്തായാലും ഉറപ്പായിട്ടും പൊട്ടും. അതുകൊണ്ട് തന്നെ ആ എൽബോയും ഹോസും കാര്യങ്ങളും നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും മാറണം. അല്ലാതെ പിന്നെയും ലീക്ക് വരും. അല്ലാതെ സാധാരണ ആ ഹോസ് അഴിക്കുന്ന സമയത്ത് പൊട്ടാറുണ്ട്. അതായത് ചൂടായി ഫൈബറിൻ്റെ പീസ് ചൂടായി അത് ഒരു പിരിപിരിയേനെ പൊട്ടി തുടങ്ങും. അത് എല്ലാ വണ്ടിയിലും ഫൈബർ പീസിലെ എൽബോ ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഹൗസുകളും ഇങ്ങനെ തന്നെയാണ്. 1,00,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ അത് ലീക്ക് വരാറുണ്ട്, ചിലപ്പോൾ പൊട്ടാറുണ്ട്. മെറ്റൽ ഹൗസ് ആവുന്ന സമയത്ത് അത് ലീക്ക് ആവാറുള്ളൂ, പൊട്ടാറില്ല. പക്ഷേ ഫൈബറിൻ്റെ പീസ് ചൂടായി അതിൻ്റെ പ്രോപ്പർട്ടി മാറും, പിന്നെ അത് പൊട്ടി വരും. അപ്പോൾ എപ്പോഴും എൽബോ ഒക്കെ മാറുന്ന സമയത്ത് അതിൻ്റെ കൂടുതലുള്ള ഓസുകളും മാറണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓസ് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ലീക്ക് വരും, അതിൻ്റെ ഇടയിൽ കൂടെ ലീക്ക് വരും. അപ്പോൾ നമ്മൾ 12 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 2 ബോൾട്ട് ഉണ്ട്, 3ാമത്തെ ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിഭാഗത്താണ് ഒരു ബോൾട്ട് വരുന്നത്. അപ്പോൾ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി അഴിച്ച് മാറ്റണം. പിന്നെ ഈ ഭാഗത്തെ ഇഗ്നീഷൻ കോയിലിൽ അതഴിച്ച് മാറ്റണം. പിന്നെ ഗിയർ ലിവറിൻ്റെ കേബിൾ ഉണ്ടല്ലോ, അത് ഒന്ന് അഴിച്ചോട്ട് മാറ്റണം. അതായത് സ്റ്റാർട്ടിൻ്റെ ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗിയർ ലിവറിൻ്റെ കേബിൾ അവിടെ നിന്ന് അഴിച്ച് മാറ്റുന്നത് കേട്ടോ. ഇഗ്നീഷൻ കോയിലും അത് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മാറ്റി വെച്ചാൽ മതി, എന്നാലേ ഇവിടുത്തെ ബോൾട്ടുകൾ അഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ റിയറിലെ എൽബോ അഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിക്കണം. സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ 2 ബോൾട്ട് ഉണ്ട്. പിന്നെ ഉള്ളത് ഓൾട്ടർനേറ്റർ അഴിച്ച് മാറ്റണ്ട, ബെൽറ്റ് അഴിച്ചിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്യാപ്പ് വരും. ഇത്രയും കാര്യങ്ങൾ ഇതിന് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഫിറ്റ് ചെയ്ത ഹോസിൻ്റെ ക്ലിപ്പ് ഇടാം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ വണ്ടിയിൽ കൂളൻ്റ് തന്നെ ആക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ആക്കരുത്, ഒരിക്കലും വെള്ളം ആയി ഓടിക്കരുത്. വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറോഷൻ വരാനുള്ള സാധ്യതയല്ല, പെട്ടെന്ന് കൊറോഷൻ വരും. അങ്ങനെ ആകുമ്പോഴും ഈ ഹോസ് നല്ലപോലെ ചൂടാവും. കൂളൻ്റിന് വെള്ളത്തിനേക്കാളും ചൂടാവുന്നതിൻ്റെ ഒരു ഇത് കുറയും. വെള്ളം 100 ഡിഗ്രി ചൂടാണെന്ന് ആണെങ്കിൽ കൂളൻ്റ് 130 ഡിഗ്രി ആകുമ്പോൾ
അത് തിളക്കിയുള്ളൂ. അപ്പോൾ എപ്പോഴും വണ്ടിയിൽ കൂളൻ്റ് തന്നെ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെമ്മീൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് വരും. അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കുറേശ്ശം വന്നിട്ട് ഡെമ്മീൻ്റെ ഭാഗത്ത് ലീക്ക് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വാട്ടർ പമ്പ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. കൂളൻ്റ് ആകുമ്പോൾ അതൊരു ലൂബ്രിക്കൻറ്റും കൂടിയാണ്. വാട്ടർ പമ്പിൻ്റെ ബെയറിങ് ലൂബ്രിക്കൻറ്റ് ചെയ്യാനും കൂടി കൂളൻ്റ് സഹായിക്കും. അതുകൊണ്ട് വാട്ടർ പമ്പിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. വെള്ളമാകുമ്പോൾ ലൂബ്രിക്കേഷൻ ഉണ്ടായിട്ടില്ല, അപ്പോൾ വാട്ടർ പമ്പിൻ്റെ ലൈഫ് കുറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയ ഹോസിൻ്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഹീറ്ററിൻ്റെ ഹോസുകൾ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ചെറിയ ഹോസിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഹീറ്ററിൻ്റെ ഹോസാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്ററിൻ്റെ ഒരു ഹോസ് നമുക്ക് കിട്ടിയില്ല, അപ്പോൾ അത് പഴയ തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്ററിൻ്റെ ഒരു ഹോസിൻ്റെ എൻഡ് വരുന്നത് റിയലിലെ എൽബോൻ്റെ ഭാഗത്താണ്. ഒരു എൻഡ് ഹീറ്ററിലേക്കും പോകണം, ഒരു എൻഡ് പിന്നെ ഫ്രണ്ടിലെ എൽബോൻ്റെ ഭാഗത്താണ് ഒരു എൻഡ് വരുന്നത്. ആ സൈഡിലായിട്ടാണ് ഒരു എൻഡ് വരുന്നത്. നമുക്കിനി ആ ഹോസ് ഫിറ്റ് ചെയ്യാം. ആ ഹോസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഇടണം. അതിന് ക്ലിപ്പ് ഇട്ടതിന് ശേഷം മറ്റേ ഹോസും കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഹോസ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അടുത്ത ഹോസ് പുതിയ ഹോസാണ്. അപ്പോൾ ആ ഹോസ് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രണ്ടിലെ എൽബോലെ ഭാഗത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഹീറ്ററിൻ്റെ ഭാഗത്ത് കൂടി കയറ്റി വെക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ആ ഹോസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്ലിപ്പ് ഇടണം. അപ്പോൾ അതിന് ശേഷം പിന്നെ റേഡിയേറ്ററിൻ്റെ ബോട്ടം ഹോസാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. റേഡിയേറ്ററിൻ്റെ അടിഭാഗത്ത് നിന്ന് തന്നെ ഹോസ് അത് റിയറിലെ എൽബോക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹോസ് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഹോസ് അതിനകത്തേക്ക് കയറ്റി വയ്ക്കുക, എന്നിട്ട് ക്ലിപ്പ് ഇടുക. ഓക്കെ, ഹോസ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ക്ലിപ്പ് ഇട്ട് വെക്കണം. ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ റേഡിയേറ്ററിൻ്റെ ടോപ്പിൽ ഹോസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് i10 കൂളൻ്റെ എൽബോകളും മാറ്റേണ്ട വിധം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.